ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാതാരം മോഹൻലാൽ ഡൽഹിയിലെത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൈപ്പറ്റുന്ന ആ ഒരു മുഹൂർത്തം എല്ലാവർക്കും വളരെ അഭിമാനമുള്ളൊരു സംഭവമായിരുന്നു അത്. എന്നാൽ അതിനെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥ ഭരണകൂടം അതേ നിമിഷം അതേ സമയം കേരളത്തിൽ വന്ന് മറ്റൊരു മഹാനടൻ്റെ കുടുംബത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ്റെ വീട്ടിൽ പരിശോധന നടത്തി. ദുൽഖർ സൽമാൻ്റെ വാഹനം കസ്റ്റഡിയിലെടുത്തു. മറ്റുള്ള നടന്മാരുടെ വീടുകളൊക്കെ പരിശോധന നടത്തി. മറ്റുള്ള നമ്മുടെ ബിസിനസ് രംഗത്തുള്ള ആളുകളൊക്കെ വീടുകളിൽ പരിശോധന നടത്തി. അങ്ങനെയുള്ളൊരു പരിശോധന അതേ സമയത്ത് നടത്തിയതിൽ വലിയ തോതിലുള്ളൊരു വിമർശനം നേരിടുകയാണ്. അതുകൂടാതെ നമ്മുടെ കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് ഈ കാര്യം വിശദീകരിച്ചു. അതിനിടയ്ക്കിടയ്ക്ക് ഈ നടന്മാരുടെ പേരുകൾ അദ്ദേഹം ഉദ്ധരിച്ചു, പേരുകൾ പറഞ്ഞു. അതിൽ സ്വർണ്ണക്കടത്തുണ്ടാവാം, മറ്റുള്ള അനുബന്ധ സംഭവങ്ങളുണ്ടാവാം, കുറേ കള്ളക്കടത്തിൻ്റെ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെയും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുറിവേൽപ്പിക്കുന്ന സംഭവമായിരുന്നു. മലയാളികൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് ഇവരൊക്കെയും ഒരിക്കലും ഒരു കള്ളക്കടത്തിനോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവത്തിനോ ഒന്നും പോകുന്ന വ്യക്തികളെ അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ പരിശോധന നടത്തേണ്ടതും ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ അത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തി എന്ന് പറയുമ്പോൾ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ രാജ്യ അതിർത്തി ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ഈ വാഹനത്തെ തടയേണ്ടതും പരിശോധിക്കേണ്ടതും പരിശോധന നടത്തേണ്ടതും അതാത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥർ അവരുടെ പോരായ്മകൾ ഇല്ലെങ്കിൽ അവരുടെ കഴിവുകേടുകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അല്ലാതെ ദുൽഖർ സൽമാനോ പൃഥ്വിരാജോ ഡയറക്റ്റ് ഭൂട്ടാനിൽ പോയതോ അവിടെയുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതോ അവർ കച്ചവടം നടത്തിയതോ ഒന്നുമല്ലല്ലോ. ഈ താരങ്ങൾ ആരും ഈ കച്ചവടത്തിൻ്റെ ഭാഗമല്ല. താരങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം കാണുമ്പോൾ ആ വാഹനം അവർ സ്വന്തമാക്കാൻ ശ്രമിച്ചു, സ്വന്തമാക്കി അവർ ഉപയോഗിച്ചു. അവരുടെ ഗാരേജുകളിൽ ഷെഡുകളിൽ അവർ സൂക്ഷിക്കുന്നു, അവരുടെ വാഹനമായി അവർ ഉപയോഗിക്കുന്നു. അവർ വാഹനപ്രേമികളായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ കസ്റ്റംസ് കമ്മീഷണർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളികൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവരൊക്കെ വാഹന കടത്തുകാരാണ്, ഇവരൊക്കെ ഇങ്ങനെയുള്ള വാഹനത്തിൻ്റെ ക്രേസി പിടിച്ചു പറ്റിക്കൊണ്ട് ഇതിന് പിന്നെ നടക്കുന്നത് വലിയൊരു ക്രമക്കേടാണ് എന്നാണോ? മനസ്സിലാവാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനം കരസ്ഥമാക്കുന്ന നമ്മുടെ ഒരു മഹാനടൻ ഒരു അവാർഡ് കൈപ്പറ്റുന്ന അതേ നിമിഷം തന്നെ വേറൊരു നടനെ ഇല്ലെങ്കിൽ കുറച്ച് നടന്മാരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ നടത്തിയ റൈഡ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ മുറിവേൽപ്പിക്കുന്ന സംഭവമാണ്. അത് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിച്ചു. ഒരുപാട് ഇൻഫ്ലുവൻസർമാർ യൂട്യൂബർമാർ അത് ഏറ്റുപിടിച്ച് അതിനെതിരെ രംഗത്ത് വരികയുണ്ടായി. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ ഒക്കെ കണ്ടതാണ്. ഇത് വലിയ തോതിൽ കേരളത്തിലും പ്രത്യേകിച്ച് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എനിക്ക് തോന്നി. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വലിയൊരു പാളിച്ചയായി ഞാൻ മനസ്സിലാക്കുന്നു. മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റുപിടിച്ച് മാധ്യമങ്ങൾ വലിയ തോതിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു ഹൈപ്പിൽ എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. കഴിഞ്ഞ ദിവസം അങ്ങനെയൊരു സംഭവം കേരളത്തിലുണ്ടായി. അത് കൂടാതെ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ കസ്റ്റംസ് ഓഫീസറെക്കുറിച്ച് പത്രസമ്മേളനം വിളിച്ച ഓഫീസറെക്കുറിച്ച് ഒരു മാധ്യമത്തിൽ ഇല്ലെങ്കിൽ ഒരു ചാനലിൽ ഞാൻ കാണാൻ സാധിച്ചത് അദ്ദേഹം RSSൻ്റെ ഇല്ലെങ്കിൽ BJPയുമായി സൗഹൃദമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു വഴിയിലേക്ക് വന്നത്, ഒരു അഭിമാനമായി മലയാളികൾക്ക് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഇതൊക്കെയും ഈ സാഹചര്യങ്ങളിൽ പല രീതിയിൽ അദ്ദേഹം നടത്തുന്ന സംഭവങ്ങളാണ്. ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ടാകും. അതുമായൊന്നും നമ്മുടെ RBക്ക് ഒരു നിലപാടൊന്നുമില്ല. ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി ചെയ്തു എന്നേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ ഈ ഉദ്യോഗസ്ഥന് ആ പത്രസമ്മേളനം വിളിക്കുന്ന സമയത്ത് വന്ന ഒരു ഫോൺ കോള് അദ്ദേഹത്തെ നിയന്ത്രിച്ചത് അദ്ദേഹം വിളിച്ച പത്രസമ്മേളനം പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകേണ്ടി വന്ന സാഹചര്യമൊക്കെ പരിശോധന നടത്തേണ്ടതാണ്. പ്രത്യേകിച്ചും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ
ചെറിയ രീതിയിലുണ്ടായിരുന്ന ഒരു കേസ് ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു പരിശോധന നടത്തി പോകാവുന്ന സംഭവം അത് അവർക്ക് ഇന്നലെ ഒരു ദിവസം മുമ്പ് നടത്തായിരുന്നു, ഇല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് നടത്തായിരുന്നു, അന്നേ ദിവസം തന്നെ നടത്തിയതിൽ വളരെയധികം മലയാളികൾക്ക് ദുഃഖമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നു, നിങ്ങളെപ്പോലെ തന്നെ അതിൽ ഞാനും ദുഃഖിതനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ അനുമോദിക്കുമ്പോൾ തന്നെ മമ്മൂട്ടിയുടെ കുടുംബത്തെ ഇല്ലെങ്കിൽ ദുൽഖറിനെ ഇല്ലെങ്കിൽ പൃഥ്വിരാജ് കുമാറിനെ അടക്കമുള്ള നടന്മാരെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമായി അത് മാറി.